പാചകം ഒരു കലയാണ്. ആർക്ക്? അറിയുന്നവർക്ക്. അല്ലാത്തവർക്ക് അതെന്താണെന്ന് അവരോട് തന്നെ ചോദിക്കണം. ശരിക്കും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും അത്യാവശ്യം ജീവിക്കാനുള്ള പാചകകലയൊക്കെ എല്ലാവരും പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, സ്ത്രീകളെ സംബന്ധിച്ച് കല്യാണത്തിന് മുമ്പും പിമ്പും എന്നുള്ളൊരവസ്ഥയുണ്ട്. സ്വന്തം വീട്ടിലെ ഭക്ഷണ രീതി ആയിരിക്കില്ല എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് കടുകും ഉലുവയും ഉപ്പ് എന്താണെന്നൊക്കെ തിരിച്ചറിയാനുള്ളൊരു ബേസിക് സ്കില്ല് മാത്രം ഇതിൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല അവർക്ക്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും പാചകം അറിയുന്നതുകൊണ്ട് നമ്മുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ച് പാചകം അറിയുന്നതും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ നല്ലത് തന്നെയാണ്. ഒരേ ആൾ തന്നെ ഒരേ കറി ഉണ്ടാക്കിയാലും ചില ദിവസം ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണെന്നറിയോ? ടു ഹോം വി പ്രിപ്പയർ ദ മീൽ. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ മീൽ ഉണ്ടാക്കുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വളരെ നന്നായിട്ട് ക്ഷമയോടെ ഉണ്ടാക്കി വളരെ രുചികരമായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി നമുക്കൊട്ടും വയ്യാത്തപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ രുചി ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. പിന്നെ ആ സമയത്താണെങ്കിൽ ഡൈനിങ് ടേബിളിൽ നിന്ന് തന്നെ നടന്ന് സിങ്കിൽ വന്ന് ചാടുന്ന പാത്രങ്ങളും അത് കഴുകി ഉണങ്ങി റാക്കിലേക്ക് കയറില്ല എന്നാലോചിക്കുമ്പോൾ ഉള്ള മടുപ്പും ഒക്കെ ഈ രുചിയില്ലായ്മയ്ക്ക് കാരണമാവും. ഇനി പറഞ്ഞ നമ്മുടെ ഈ ഭക്ഷണത്തിന് തന്നെ ഒരാളുടെ മൂഡ് സന്തോഷമാക്കാനും ദേഷ്യമാക്കാനും ഒക്കെ പറ്റും. നല്ല ആസ്വദിച്ച് കഴിക്കാൻ വരുമ്പോൾ എരിവ് കൂടിയ കറിയൊക്കെ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്ക് ദേഷ്യം പിടിക്കും. പക്ഷെ നല്ല സ്നേഹമുള്ള സമയത്താണെങ്കിൽ മുളകിട്ട കറി മാത്രം കൊടുത്താലും ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ ഫുഡിന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മമാർക്കും നമുക്കൊന്നും ഇതൊന്നും പക്ഷെ ഒരു പുത്തിരിയല്ല. നമ്മളിതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സെയിം റുട്ടീൻ ഒരേപോലെ ഒരേ രീതിയിൽ മടുപ്പില്ലാതെ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് വി ആർ കണ്ടീഷൻ ടു അഡ്ജസ്റ്റ് ആൻഡ് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ അല്ലേ? നമുക്ക് എന്താണോ നമ്മുടെ അവസ്ഥ അതിനനുസരിച്ച് പൊരുത്തപ്പെടാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു വലിയ കഴിവുണ്ട്. പാടാനറിയാത്ത ചിലർ പാട്ട് പാടുന്നതും ഡാൻസ് അറിയാനറിയാത്ത ചിലർ കുറെ കഴിയുമ്പോൾ ഡാൻസ് പഠിക്കുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ കുറച്ച് കുറച്ച് ചെയ്ത് 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 നല്ല വഴക്കമുള്ള കലാകാരന്മാരായ പാചകക്കാരായിട്ട് നമ്മളെല്ലാവരും മാറും. അത് നിത്യാഭ്യാസി ആനയെ എടുക്കുന്ന പോലെയാണ്. കാരണം ഉണ്ടാക്കി ഉണ്ടാക്കി പിന്നെ പിന്നെ നമ്മുടെ കറികൾക്കൊക്കെ രുചി കൂടും. കാരണം അപ്പോഴേക്കും വീട്ടിലുള്ളവരെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.